പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അവർ ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ ശരിക്കും അവർ പഠിക്കാനല്ല പോകുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ. ഒരിക്കലും ഈ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടുവിടണം എന്നുള്ളതല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടുവിടുന്നത്. പഠിക്കൽ അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലൊക്കെ ഇതിപ്പോൾ നാഷണൽ സ്കൂൾ, ഇൻ്റർനാഷണൽ സ്കൂളെല്ലാം ഇവിടെയൊക്കെ എല്ലാം ഉണ്ട്, ഇവിടെയുണ്ട്. വിദ്യാഭ്യാസമൊക്കെ ഇവിടെ ഇരുന്ന് അവർക്ക് ഉണ്ടാക്കാം. അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടുന്ന് നാട് വിടുന്നത്. നിങ്ങൾക്ക് കൊച്ചിയിൽ 12 മണിക്ക് തോപ്പുംപടി പാലത്തിൻ്റെ കൂടെ ഒറ്റക്കൂടി നടക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ, ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം, ഭയങ്കര നേതാക്കൾ, ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ എന്താ പറയുക, എന്താണ് സാംസ്കാരിക നിങ്ങളെ വെല്ലുവിളിക്കാം. നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് തോപ്പുംപടി പാലത്തിൽ 12 മണിക്ക് ഇരുന്നിട്ട് ഷിപ്പ് യാർഡ് കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതിന് മുമ്പ് അപ്പം തന്നെ കഴുകന്മാർ വരും, മാനിയന്മാർ വരും പോക്കാൻ. വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ. അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലായി. നമ്മളിവിടെ ഇരുന്ന് പഠിച്ച് ഇവരെ ഭർത്താക്കന്മാരെ നോക്കാൻ, അമ്മമാരെ, അതൊന്നും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, പുറത്തോട്ട് പോകാം. അവർക്ക് 12 മണിക്ക് യൂറോപ്പിലൂടെ നടന്നിങ്ങനെ നടക്കാം, സന്തോഷം നടക്കാം. അതില്ല. അതുകൊണ്ട് പഠിക്കാനല്ല പോകുന്നത്. ഓക്കെ, പഠിക്കാനായിരിക്കാം. പക്ഷേ യുവാക്കൾ മെയിൻലി പുറത്തോട്ട് പോകുന്നത് അവരുടെ, സ്പെഷ്യലി സ്ത്രീകൾ, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഇടാനുള്ള അല്ലേ, 2 പീസ് ഇട്ട് വർക്കിലേ പോകുമോ? പക്ഷേ 2 പീസ് ഇട്ട് നിങ്ങൾ അമേരിക്കയിൽ പോകണ്ടല്ലോ, ബീച്ചിൽ മയാമിയിൽ നടക്കുമല്ലോ. എന്തുകൊണ്ടത് വർക്കിലല്ലേ നിങ്ങൾ 2 പീസ് ഇട്ട് കിടക്കാത്തത്? കണ്ടില്ലേ, വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അവിടെയൊക്കെ 2 പീസ് ഇട്ടുണ്ട് ബീച്ചിലിരിക്കണം. എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ പോകാൻ പറ്റുള്ളവർക്ക്? അത്രയൊന്നും ആയിട്ടില്ല കേരളത്തിൻ്റെ സമൂഹം. വെറും പൊട്ട സമൂഹമാണ്. ഈ പറയണ മാന്യന്മാരുടെ കാര്യമാണ് കേട്ടോ. നിങ്ങൾ 2 പീസ് ഇട്ട് നിങ്ങൾ വർക്കിലെ പോയി കിടന്ന് നോക്കിയാൽ ചുറ്റിനും കിടന്ന് കറങ്ങും ആൾക്കാർ. മാന്യന്മാരാണ് കേട്ടോ, ഭയങ്കര മാന്യന്മാരാണ്. അപ്പോൾ ഇവർ പുറത്തോട്ട് പോകുന്നത് സ്വാതന്ത്ര്യം, ജീവിക്കുക. ആയക്കൂടി ഇത്ര നാളുള്ളെന്ന് നമ്മൾ ഈ പറയണതൊക്കെ പട്ടപ്പെടാന്ന് പറഞ്ഞ് പോകും. എനിക്ക് അവാർഡ് കിട്ടിയിട്ട് 7 കൊല്ലം ഞാൻ ഇന്നാണ് ആലോചിക്കുന്നത്. എനിക്കധികം 7 കൊല്ലം സമയം അത്ര ഉള്ളൂ. മരണം വരെ സന്തോഷിക്കുക. അതുകൊണ്ടാണ് പിള്ളേർ പോകുന്നത്. നല്ല ക്വസ്റ്റ്യനായിരുന്നു. എൻ്റെ അറിവ് ഇതാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നാട് വിട്ടു പോകണേ.